കണ്ടത് അതിരപ്പള്ളിയിലെ കാഴ്ചകളായിരുന്നു. അതിരപ്പള്ളി കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ നേരെ വാൽപ്പാറയ്ക്കാണ് പോയത്. അപ്പോൾ ഈ വീഡിയോയിൽ അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയ്ക്കുള്ള വഴിയിലുള്ള കാഴ്ചകളും മലക്കപ്പാറ, വാൽപ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാകുന്നത്. ലഞ്ച് കഴിക്കാനായിട്ട് വാഴശാല വന്നപ്പോൾ ഇവിടെ ഒരു കട കണ്ടു. നമ്മുടെ സുബിച്ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞാണ് കടയുടെ പേര്. ഹോട്ടൽ സൗരവ് എന്നാണ് പോയത്. അപ്പോൾ നമുക്ക് സുബിച്ചേട്ടനെ പരിചയപ്പെടാം. ആണ് സുബിച്ചേട്ടൻ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. നല്ല ഊണാണ്. ഒരു ഊണിന് 60 രൂപയേ ഉള്ളൂ. അതിൻ്റെ കൂടെ മീൻ വറുപ്പും കഴിച്ചതും കൂടെ 60 രൂപ. 120 രൂപയ്ക്ക് കുഴപ്പമില്ല. ഒരു ഹോംലി ഫുഡ് കഴിച്ച് ധൈര്യമായിട്ട് വാഴശാലയിൽ പോകാം. സുബിച്ചേട്ടൻ ഹായ് പറഞ്ഞേരെ. ഹായ് പറഞ്ഞു. ഭയങ്കര വനമാണ്. ഭയങ്കര രണ്ട് സൈഡും നല്ല പേടിയാവും. നല്ല ഭംഗിയാണ് കണ്ടുപോകാനായിട്ട്. ആനയെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എടുക്കാം. മറ്റേ എല്ലാ മൃഗങ്ങളും ഇവിടെ റോഡിൽ നിന്ന് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇതുവരെ ഞങ്ങളൊന്നിനും കണ്ടില്ല. ആനയുടെ ഭംഗി ആസ്വദിച്ച് അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തിൻ്റെ മോഷങ്ങളുടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ വഴി ഒരിക്കലും വന്നോട്ട് പോയി. നല്ല രസമുള്ള വഴിയാണ്, കണ്ടുപോകാനുണ്ട്. പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വനത്തിലധികം ഇറങ്ങി നിൽക്കുന്നത് ഡേഞ്ചറാണ്. വണ്ടിയിലിരുന്നുള്ളതൊക്കെ കണ്ടു പോവാം. അതല്ല ഇവിടെ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും വാൽപ്പാറയിൽ നിന്നും അതിരപ്പള്ളിയിൽ നിന്നും കയറ്റി വിടുന്നതിന് സമയമുണ്ട്. എത്ര സമയത്തിനുള്ളിൽ തിരിച്ചു വരണം ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വാൽപ്പാറ തിരിച്ച് അതിരപ്പള്ളിക്ക് വിടില്ല. അതുപോലെ വാഴച്ചാലിൽ നിന്ന് ഇങ്ങോട്ട് ടൈം റെസ്ട്രിക്ഷൻ ഉണ്ട്. അതൊക്കെ അവർ കുറച്ചുപേർ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം അനുസരിച്ച് അതായത് ക്ലിയർ ആയിട്ട് പോകും. അങ്ങനെ ഞങ്ങൾ വാഴച്ചാലിൽ നിന്ന് വാൽപ്പാറയ്ക്ക് പോകുന്ന വഴി കുറച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി 5 മിനിറ്റ് വണ്ടി നിർത്തി. ഇപ്പം ഒരു സൈറ്റ് സീയിങ് ഉണ്ട്. ഇങ്ങനെ കണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കി. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞങ്ങൾ മലക്കപ്പാറ എത്താറായി. അതിനു മുമ്പ് ഒരു ഡാമിലെ വെള്ളത്തിൻ്റെ ഇത് കണ്ടു. വെള്ളം ഒരു നല്ല രസമാണ് ഡാമിലെ വെള്ളം കിടക്കുന്നത്. നല്ല വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല ഒരു അത്രയ്ക്കും ഭംഗിയുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന്. കാരണം ആ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് ആ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. നല്ല രസകരമായ രീതി, നല്ലൊരു ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന രീതിയിലാണ് ആ വെള്ളം ഇങ്ങനെ കിടക്കുന്നത്. മലക്കപ്പാറത്ത് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ചായ കുടിച്ച ശേഷം ഇവിടെ നല്ല തേയിലത്തോട്ടമുണ്ട്. ആ തേയിലത്തോട്ടത്തിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതാണ് മലക്കപ്പാറ പ്രദേശം. വളരെ കുറച്ച് കടകൾ മാത്രമുള്ളൊരു ചുരുങ്ങിയൊരു ഒതുങ്ങിയൊരു പ്രദേശമാണ്. ചുറ്റും തേയിലത്തോട്ടമാണ് രണ്ട് സൈഡിൽ കാണാനുള്ളത്. ഇവിടെ മൂന്നാർ പോലെ തന്നെ നല്ല തേയിലത്തോട്ടമാണ് ഇവിടെ കാണാനുള്ളത്. അപ്പം ഇവിടെ ഞങ്ങളൊരു ചായ കുടിച്ച് കഴിഞ്ഞു. ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇവിടുത്തെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോകണം. ഒരു 6 മണി സമയമാണ്. വെയിലൊക്കെ അങ്ങ് തീരാൻ പോകണം. ചെറിയ തണുപ്പും തുടങ്ങി. വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ വഴി ഒന്ന് വരേണ്ടതാണ്. കാരണം അതിന് മാത്രം അത്യാവശ്യം കാണാനുണ്ട്.
നല്ല രസമാണ് ആ ഒരു ചെരുവിൽ ഇങ്ങനെ തേയില നല്ല ലെവലിൽ നല്ല ഭംഗിയായിട്ട് അതിങ്ങനെ വെച്ചേക്കണ കാണാൻ നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മലക്കപ്പാറയിൽ നിന്ന് പോകുന്നത് വാൽപ്പാറ അടുത്തെത്താറായി. അപ്പോൾ ഷോളയാർ ഡാമിൻ്റെ അടുത്തെത്തി. ഇത് കാണുന്നതാണ് ഷോളയാർ ഡാം. ഷോളയാർ ഡാം വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിൽ പോവാ ഈ താഴത്തോട്ട് വഴിയുണ്ട്. അതിൽ അല്ലെങ്കിൽ ഡാമിൻ്റെ അടുത്ത് വരെ നിന്ന് ടച്ച് ചെയ്യാമെന്ന് ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു. ചേട്ടനെ വെച്ചാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ വിവരങ്ങൾ കിട്ടിയത്. മേളിലോട്ട് ആരെയും കടത്തി വിടുന്നില്ല. നമുക്കിതിനെ താഴെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. വാൽപ്പാറ എത്തുന്നതിന് മുമ്പ് 2 കിലോമീറ്റർ മുമ്പുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ ട്രിപ്പ് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം വാൽപ്പാറ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ഇരുട്ടാവും. അപ്പോൾ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ തീരുവാണ്. തുടർന്നും വേറെ വീഡിയോ ഉടനെ പുറകെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.